അപ്പോൾ എൻ്റെ പേര് അഭിലാഷ്, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. അപ്പോൾ രാകേഷ് ഇവിടെ പറഞ്ഞ പോലെ ഇന്നത്തെ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എക്കണോമിക്സിനെ പറ്റിയാണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി സംസാരിക്കാൻ പോകുന്നത് പണത്തിനെ പറ്റിയതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇതിൽ ആർക്ക് ഉത്തരം പറയാൻ പറ്റും? ആരാണ് ധൈര്യമായിട്ട്? പറഞ്ഞോ, പേരെന്താ? പറഞ്ഞോ. പണം എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനം. സൗകര്യങ്ങൾ വാങ്ങാനുള്ള സാധനം. ഗുഡ് ആൻസർ. വേറെ ആർക്കെങ്കിലും ഉത്തരം പറയണ്ടോ? വേറെ ഏതെങ്കിലും ഉത്തരം? ഇല്ല. ഞാൻ ചോദിക്കട്ടെ എന്നാ, ആരോടെങ്കിലും ഇതിനകത്ത് എന്താണ് പണം? അറിയില്ല. പണം എന്താണെന്ന് അറിയില്ല, ഡെഫിനിഷൻ അറിയില്ല, എന്നാലും മനസ്സിൽ തോന്നുന്നത് എന്താണ് പണം കേൾക്കുമ്പോൾ? എന്താ? ഫോൺ വാങ്ങിക്കാനുള്ള കൂപ്പൺസ്. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസേഴ്സ്? സാമ്പത്തിക ജീവിതം മാറ്റാനുള്ള ഒരു കൂപ്പൺ. ഓക്കെ, കറൻസി. ഓക്കെ, എല്ലാം നല്ല ആൻസേഴ്സ് ആണ്. ഫോൺ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ചെറിയത്. ഫോൺ മാത്രമല്ല, നമുക്ക് പണം കൊണ്ട് എല്ലാം വാങ്ങിക്കാം അല്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും പണം എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് സാലറി ഒന്നും കിട്ടുന്നുണ്ടാവില്ല അല്ലെ? നിങ്ങളെല്ലാം കുട്ടികളാണ്, ക്ലാസ്സിൽ പഠിക്കുകയാണ്, നിങ്ങൾക്ക് ആരും ശമ്പളമൊന്നും തരാനില്ല. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു സാധനം ഒരു കടയിൽ പോയി വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മളെല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പണം. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് പണം? ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ടാവില്ല. നിങ്ങൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ പണത്തിനെ പറ്റി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും. അതിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം പണമാണ്. പണം ഒരു ഈവിളാണ്, തിന്മയാണ് എന്നുള്ളതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ആരും ഉത്തരം പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ ആ ഡയലോഗ് പലപ്പോഴായിട്ട് ഇനി തുടർന്നുള്ള കാലങ്ങളിൽ കേൾക്കും. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത്, അത് കേൾക്കുന്നതിന് മുമ്പായിട്ട് യഥാർത്ഥത്തിൽ എന്താണ് പണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയാനായിട്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ലുലു മോളിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട് അതിനകത്ത്? കൈവക്കി. എല്ലാവരും? പോകാത്ത ആരുമില്ല അല്ലേ? ഇവിടെ ലുലു മോളിൽ എന്തിനാ പോകുന്നത്? പല ആവശ്യങ്ങൾക്കായിട്ട് പോകാറുണ്ട് അല്ലേ? അവിടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പേരൻസിന്റെ കൂടെ പോകുന്നെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോകും. അവിടെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ ആപ്പിൾ മേടിക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആപ്പിൾ അവിടെ ഉണ്ട്. ഭക്ഷണം മേടിക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ചൈനീസ് ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, എല്ലാ തരത്തിലുള്ളതുണ്ട്. ഇത് എവിടെ ഉണ്ടാക്കിയെന്നോ ആര് കൊണ്ടുവന്നെന്നോ എങ്ങനെ ലുലു മോളിൽ എത്തിയെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾ പണം കൊടുക്കുമ്പോൾ, നിങ്ങൾ ആ സാധനത്തിന്റെ വിലക്കനുസരിച്ചുള്ള പണം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവർ തരും അല്ലേ? നിങ്ങളെ അവർ വിശ്വസിക്കുന്നു, നിങ്ങൾ അവരെയും വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങൾ മറ്റുള്ളവരായിട്ടുള്ള ആ ഒരു വിശ്വാസം കീപ്പ് ചെയ്യാൻ അവിടെ ഉപയോഗിക്കുന്ന സാധനമാണ് പണം. അത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഹൈപ്പർ മാർക്കറ്റിന് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ല. നിങ്ങൾ സിനിമ കാണുമ്പോൾ, സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പണം ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ അത് കഴിഞ്ഞ് ഫാഷൻ സ്റ്റോറിൽ കയറുമ്പോൾ പണം ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലുലുവിലെ ഫോൺ മേടിക്കാനാണെങ്കിൽ അതിനുവേണ്ടി കടയിൽ കയറുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. വാച്ച് മേടിക്കാനാണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങൾക്കും പണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തെ എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ഒരറ്റത്ത് നിൽക്കുന്ന സാധനമാണ് പണം. എന്തും നമ്മൾ പണം കൊടുത്ത് മേടിക്കുന്നു. എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നോ? എല്ലാ കാലത്തും നമ്മൾ പണം കൊടുത്തിട്ട് തന്നെ ആയിരുന്നോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മേടിച്ചുകൊണ്ടിരുന്നത്? അല്ല. അപ്പൊ എങ്ങനെയായിരുന്നു പണ്ട് ആൾക്കാർ സാധനം മേടിച്ചുകൊണ്ടിരുന്നത്? ഒരാൾ പറയും. ബാർട്ടർ സിസ്റ്റം. എന്താണ് ബാർട്ടർ സിസ്റ്റം? അതെ, നമ്മളുടെ കയ്യിലുള്ള സാധനം കൊടുക്കുന്നു, പകരം അയാളുടെ കയ്യിലുള്ള സാധനം മേടിക്കും അല്ലെ? അപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും അല്ലെ? ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ആദ്യം വന്നിരുന്നപ്പോ നിങ്ങളെല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കസേരയിലാണ് വന്നിരുന്നത്. അത് കഴിഞ്ഞ് രാകേഷ് നിങ്ങളെ കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുന്നു ഇല്ലേ? നിങ്ങൾ ആദ്യം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സ്ഥലത്ത് വന്നിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഇഷ്ടം വന്നതെന്ന് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട്. ചില ആൾക്കാർക്ക് പുറകിലിരിക്കാനാണ് ഇഷ്ടം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും മിഡിൽ ബെഞ്ചിൽ ഇരിക്കാനായിരുന്നു ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിലിരുന്നുള്ള പ്രശ്നം ഇതേപോലെ ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മളെ പുറകിൽ നിന്ന് മുന്നിൽ കൊണ്ടിരുത്തും. മുന്നിലിരുന്നുള്ള പ്രശ്നം അറിയാലോ, നേരെ പഠിപ്പിക്കുന്ന ആളുടെ നേരെ വരും, ചോദ്യം നമ്മളുടെ നേരെ വരുന്ന പ്രശ്നം വരും. അപ്പൊ നമ്മൾ എപ്പോഴും മിഡിൽ ബെഞ്ചിലേക്ക് ഇരിക്കും. പക്ഷെ നമ്മൾ എല്ലാവരും മിഡിൽ ബെഞ്ചിലേക്കായിരിക്കില്ല ഇരിക്കുന്നത്. കുറച്ച് ആൾക്കാർ എവിടെ ഇരിക്കും?
സ്വാഭാവികമായിട്ട് ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കും. കാരണം അവർക്ക് ആദ്യം ഒഴിക്കുന്ന ഇഷ്ടം, ചില ആൾക്കാർ പുറകിലിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അതുപോലെ ഈ ലോകത്തുള്ള എല്ലാ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർക്ക് അങ്ങനെയാണ്. ഇപ്പൊ ഫസ്റ്റ് ഇവിടെ ഇരിക്കുന്ന ആ 5 പേർക്കും ഇഷ്ടമുള്ള മിഠായി 5 തരത്തിലുള്ളതായിരിക്കാം അല്ലെ. അപ്പോ ഒരാളുടെ കയ്യിൽ ഒരു സാധനം കൂടുതലുണ്ട്, എന്റെ കയ്യിൽ ഒരു സാധനം കൂടുതലുണ്ടെങ്കിൽ എനിക്ക് വേണ്ടാത്ത സാധനം അല്ലെങ്കിൽ എനിക്ക് താല്പര്യക്കുറവുള്ള സാധനം ഞാൻ മറ്റേയാൾക്ക് കൊടുക്കുന്നു, മറ്റേ ആളിൽ നിന്ന് മേടിക്കും. അങ്ങനെയാണ് പണം ഉണ്ടാകുന്നതിന് മുമ്പ് ആളുകൾ പരസ്പരം സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരാള് ഇപ്പൊ ഈ ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടിക്കിടയിൽ ഒരു ആപ്പിളും ഒരു ഓറഞ്ചും ഉണ്ട്, രണ്ടാമതിരിക്കുന്ന ആളുടെ കയ്യിലും ഒരു ആപ്പിളും ഒരു ഓറഞ്ചും ഉണ്ട്. ഓക്കെ. അപ്പോ പക്ഷെ ഇദ്ദേഹത്തിന് ഒരു ആപ്പിളും കൂടെ വേണം. ഇദ്ദേഹത്തിന് ആപ്പിളിനേക്കാൾ താല്പര്യം കുറവാണ് ഓറഞ്ചിനോട്. അപ്പൊ എന്ത് ചെയ്യും? ഓറഞ്ച് കൊടുത്തിട്ട് ആപ്പിൾ വാങ്ങിക്കും. പക്ഷെ ഇത് തിരിച്ചു തരണമെങ്കിൽ ഇദ്ദേഹത്തിന് അതിന് ആവശ്യം ഉണ്ടായിരിക്കണം, എന്നാലേ തരുള്ളൂ അല്ലെ. അതുപോലെ വേറെ എക്സാമ്പിൾ നോക്ക്. പണ്ട് ഇതേപോലെ ഒരു ക്ലാസ് നടത്തുകയെന്ന് വിചാരിക്കുക. എന്നെ പോലെ ഒരാൾ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓക്കെ. ഞാൻ പഠിപ്പിച്ചു പോയിട്ട് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചതിന്റെ ഈ 1 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചതിന്റെ പ്രതിഫലം നിങ്ങളുടെ അച്ഛനമ്മമാര് തരുവാണെങ്കിൽ തരിക. ഇപ്പോഴെങ്ങനെയായിരിക്കും തരിക? ഇപ്പൊ തരുന്നതല്ല പറഞ്ഞേ, ഇപ്പം എങ്ങനെ തരിക? എനിക്ക് പണം തരും അല്ലെ. പണ്ട് എങ്ങനെയായിരിക്കും തരുന്നുണ്ടാവുക? എന്ത് മേടിക്കും ഞാൻ പകരം? ഭക്ഷണം. എനിക്ക് ഭക്ഷണം മാത്രമല്ല ആവശ്യം, വേറെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലോ. ഉദാഹരണമായിട്ട് ഭക്ഷണം എന്ന് പറയുന്നു, എനിക്ക് വേണ്ടത് ബീഫാണ്. നിങ്ങളുടെ പേരൻസിന് ആർക്കും ബീഫിന്റെ കച്ചവടം ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ 1 വർഷം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത ക്ലാസ്സിലെ കുട്ടികൾ വന്ന് അല്ലെ, ബീഫ് വിൽക്കുന്ന ആരുടെയെങ്കിലും കുട്ടി ഇവിടെ പഠിക്കാൻ വരുന്ന വരെ വന്നാൽ മാത്രമേ എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ആവശ്യം വരും. ഇനി വേറെ എക്സാമ്പിൾ നോക്ക്. ഒരു ഡെന്റിസ്റ്റിന് മുടി വെട്ടണം. ഡെന്റിസ്റ്റ് എന്താ ചെയ്യുക? പല്ലെടുക്കുക. പക്ഷെ ബാർബറിന് പല്ലിന് വേദന വന്നാൽ മാത്രമേ ഡെന്റിസ്റ്റിന് മുടി വെട്ടാൻ പറ്റൂ എന്ന അവസ്ഥ വരും അല്ലെ. അപ്പൊ ബാർട്ടർ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം 2 പേർക്കും ആവശ്യമുള്ള സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അവർക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നേരത്തെ നമ്മൾ ആപ്പിളിന്റെ ഓറഞ്ചിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്തുള്ള ആളുടെ കയ്യിൽ അത് ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം അങ്ങോട്ട് കൊടുക്കണം, അയാൾക്കും അതിനുള്ള ആവശ്യം വരണം. അതിന് നമ്മൾ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്ന് പറയും. പരസ്പരം 2 പേർക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സാധനമുണ്ട്, നമുക്ക് അത് കൈമാറ്റം ചെയ്ത് മറ്റൊരാളുടെ നിന്ന് മേടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് 2 പേർക്ക് സന്തോഷമാണ് അല്ലെ. ഇപ്പം വാനില ഐസ്ക്രീം ഇഷ്ടമുള്ളവരും ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചോക്ലേറ്റ് നമുക്ക് ഇഷ്ടമാണ്, മറ്റേ ആളുടെ കൂടുതലുണ്ട്, അയാൾക്ക് കൊടുത്തിട്ട് അയാൾക്ക് വാനില ആണെങ്കിൽ പരസ്പരം 2 പേർക്കും ഇഷ്ടം, അവരുടെ സന്തോഷം കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ കച്ചവടത്തിലും അതിന് നമ്മൾ വിൻ വിൻ ട്രാൻസാക്ഷൻസ് എന്ന് പറയും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരെ അതേപോലെ കിട്ടണം. നിങ്ങൾ നേരത്തെ നമ്മൾ ലുലു മോളിൽ പോയ കാര്യം പറഞ്ഞു. ഈ ലുലു മോളിലെ കാര്യം നിങ്ങൾ ഒരു ടൈം മെഷീനിൽ കയറിയിട്ട് കുറെ നൂറ്റാണ്ടുകൾ പുറകോട്ട് പോവാം. പുറകിലിരിക്കുന്ന ഉറക്കം വരുന്നുണ്ടല്ലേ. ഈ എക്കണോമിക്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉച്ച കഴിഞ്ഞ് പഠിപ്പിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റേ അല്ല ഇത്. ഒരുപാട് പേര് ഉറക്കിയിട്ടുള്ളതാണ് ഈ സബ്ജക്ട്. അത് കറക്റ്റ് ആയിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ടൈം മെഷീനിൽ കയറുക, ഉറങ്ങാതെ ടൈം മെഷീനിൽ കയറിയിട്ട് എങ്ങോട്ട് പോവാം? നൂറ്റാണ്ടുകൾ പുറകിലോട്ട് പോവാം. ഒരുപാട് പുറകോട്ട് പോവാം. ഏകദേശം ഒരു BC കോമൺ എറ എന്നൊക്കെ കേട്ടിട്ടില്ലേ എല്ലാവരും അല്ലെ? AD BC എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരുപാട് നൂറ്റാണ്ടുകൾ പുറകോട്ട് പോവാം, വർഷങ്ങൾ പുറകോട്ട് പോവാം. അപ്പൊ അവിടെ ലുലു മോളും ഇല്ല, ഒന്നുമില്ല. ഒരു മാർക്കറ്റ് സങ്കല്പിക്കുക. ഓക്കെ. അപ്പൊ ആ മാർക്കറ്റില് ഒരു കർഷകൻ, ആ കർഷകന് കുറെ കോഴികളുണ്ട്. കോഴികൾ മുട്ടയിടുന്നു. ഈ മുട്ടകൾ കൊണ്ടുപോകണം അയാൾ മാർക്കറ്റിലേക്ക്. അയാളുടെ ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളുടെ ഷൂ ചെറുതായിട്ട് കീറിയിട്ടുണ്ട്, അല്ലെ ചെരുപ്പ് കീറിയിട്ടുണ്ട്. ആ ചെരുപ്പ് ഒന്ന് തുന്നിക്കണം. പിന്നെ അദ്ദേഹത്തിന് ഒരു ഷർട്ട് ഉണ്ട്, ആ ഷർട്ടും കീറിയിട്ടുണ്ട്. ഒരു ടൈലറിനെ കണ്ടിട്ട് അത് രണ്ടും ശരിയാക്കി എടുക്കണം. അതിനാണ് അയാൾ വരുന്നത്, മുട്ടയായിട്ടാണ് വരുന്നത്. അപ്പൊ അയാൾ വരുമ്പോ നമ്മളുടെ ചെരുപ്പ് കുത്തി പറയാണ്, ഇല്ല എനിക്ക് ഇന്ന് വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം, എനിക്ക് നിന്റെ മുട്ട വേണ്ട. കാരണം കുറെ നാളായിട്ട് ഞാൻ പല കാലത്തുനിന്നും മുട്ട മേടിച്ചിട്ട് ചെരുപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്, എനിക്ക് മുട്ടയുടെ ആവശ്യമില്ല, എനിക്ക് പ്രോട്ടീൻ ഒന്നും അത്ര വേണമെന്നില്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മളുടെ മുട്ട വെക്കുന്ന ആൾ എന്ത് ചെയ്യും? ആർക്കും ഉത്തരം പറയാൻ പറ്റുക? കോഴീനെ കൊല്ലുവോ? കോഴീനെ കൊടുക്കും. അയാൾക്ക് കോഴിയും വേണ്ട. വേറെ കടയിൽ പോയിട്ട് അയാൾക്കും മുട്ട വേണ്ട. മുട്ട വിരിയിച്ച് കോഴിയാക്കിയിട്ട് അയാൾക്ക് കോഴി വേണ്ടല്ലോ.
ഓക്കെ, അവിടെ രണ്ട് തയ്യക്കാർ അല്ല, രണ്ട് ചെരുപ്പൂത്തുകളുള്ളൂ കേട്ടോ. ഇനി പോകണ്ട, രണ്ടുപേരെന്ന് പറഞ്ഞു. ഇനി അടുത്ത ആളുടെ അടുത്ത് പോകുന്നു പറയണ്ട, കഥ ഇങ്ങനെ നീണ്ടു. ഓക്കെ, രണ്ട് പേരേ ഉള്ളൂ, രണ്ടുപേർക്കും ഇത് വേണ്ട, മുട്ട വേണ്ട. എന്ത് ചെയ്യും? മുട്ട ആർക്ക് കൊടുക്കും മുട്ട? അതെ, മുട്ട ആർക്ക് കൊടുക്കും? ആ, അതിന് ആദ്യം ആ ചെരുപ്പൂത്തിയോട് ചോദിക്കണം അല്ലേ? കറക്റ്റ് ആൻസർ. പക്ഷെ ഒരു കാര്യം വിട്ടുപോയി. അതിനാദ്യം നമ്മൾ ചെരുപ്പൂത്തിയോട് ചോദിക്കും, ശരി നിനക്ക് മുട്ട വേണ്ട, പകരം നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും അല്ലെ? അപ്പൊ പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ ബീഫാണ് വേണ്ടത് എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ മുട്ടക്കാരൻ എന്ത് ചെയ്യും? ബീഫ് വേണ്ട ആളുടെ അടുത്ത് പോകും അല്ലെ? അപ്പൊ ആദ്യം അയാൾ എന്ത് ചെയ്യണം? ബീഫുള്ള ആളുടെ അടുത്ത് പോയ മാത്രം കാര്യമുണ്ടോ? ഇല്ല. അയാൾക്ക് എന്ത് വേണം? അയാൾക്ക് മുട്ട വേണം. എന്നാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ബീഫ് വിൽക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ബീഫ് വിൽക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അയാൾക്ക് മുട്ട കൊടുക്കുകയും വേണം. ശരി, അപ്പൊ നമ്മൾ ഒരാളെ കണ്ടുപിടിച്ചു. അപ്പൊ അയാളോട് ചോദിച്ചപ്പോ അയാൾക്ക് മുട്ട വേണ്ട. അയാൾ പറയുന്നു അയാൾക്ക് വേണ്ടത് മീനാണെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യുന്നു? വീണ്ടും പെട്ടു അല്ലെ? അപ്പൊ അടുത്ത ലെവലിലേക്ക് പോകും അല്ലെ? നീ മുട്ടയുടെ ഉണ്ണിന്ന് വിടും മോനെ, അത് കഴിഞ്ഞു, നമ്മൾ മുട്ടയിൽ നിന്ന് വിട്ടു. ഓക്കെ, അപ്പൊ അവൻ അവിടുന്ന് എന്താ വേണ്ട? ബീഫ്. ഇവൻ എന്നെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് കേട്ടോ, അവനെ തിരിച്ച് മുട്ടയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഇവൻ പറഞ്ഞു ഒരു മീനാ വേണ്ടതെന്ന് പറയുന്നു. ചിക്കൻ വിൽക്കുന്ന ആള്, ബീഫ് വിൽക്കുന്ന ആള് പറയുന്നു അല്ലെ? ബീഫെന്നല്ലേ പറഞ്ഞു. ഓക്കെ, മീൻ വേണമെന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യും? മീൻ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് പോകുന്നു. മീൻ വിൽക്കുന്ന ആൾക്ക് ഭാഗ്യവശാൽ അയാൾക്ക് ഒരു ഓംലെറ്റ് കഴിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് മുട്ട കൊടുക്കുന്നു, മീൻ മേടിക്കുന്നു, മീൻ അപ്പുറത്ത് കൊടുക്കുന്നു, ബീഫ് മേടിക്കുന്നു. അവസാനം അയാളുടെ ആഗ്രഹം നടക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് വളരെ താമസിയാതെ തന്നെ ആളുകൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറും. ഇതിന് പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് എക്സ്ചേഞ്ച്. ഇത് ആരെങ്കിലും ഒരാൾ മുകളിൽ വന്നിരുന്ന് ക്ലാസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ആൾക്കാരോട് ഇങ്ങനെ ചെയ്യണമെന്നൊരു രാജാവ് പറഞ്ഞിട്ടോ ഒന്നും ആൾക്കാർ ചെയ്തല്ല. ആൾക്കാർ അവരുടെ അവസ്ഥ കാരണം ഇങ്ങനെ മാറി വന്നതാണ്. അതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ മീൻ ഉപയോഗിച്ചത്, സാധാരണ നമ്മൾ മീൻ ഉപയോഗിക്കുന്നത് എന്തിനാ? വറുത്ത് തിന്നാനോ കറി വെക്കാനോ ഒക്കെയാണ് അല്ലെ? പക്ഷെ ഇവിടെ മീൻ ഉപയോഗിച്ചത് എന്തിനാണ്? അതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ് ഉപയോഗിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? മുട്ടക്കാരന് അല്ലെ അയാളുടെ ചെരുപ്പ് കുത്താൻ വേണ്ടി പോയിട്ട് അത് നടക്കാതെ വന്നപ്പോ അതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു സാധനമാണ് മീൻ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോ എല്ലാവർക്കും ഉപയോഗിക്കേണ്ട സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും. ഉദാഹരണത്തിന് ഈ കേസിൽ മീന് ഞാൻ നേരത്തെ പറഞ്ഞ വറക്കാനും കറി വെക്കുന്നതിനും കൂടുതലായിട്ട് ഒരു ആവശ്യം ഇവിടെ വന്നിരിക്കുക അല്ലെ? ഇതേപോലുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരത് കറി വെക്കാനല്ല ഉപയോഗിക്കുന്നത്, പകരം വേറൊരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കപ്പെടും. ഇതേപോലെ പല സാധനങ്ങളും ഉപയോഗിച്ച് തുടങ്ങിയതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പണം. ആദ്യം നമ്മൾ പറഞ്ഞ പണം പല രാജ്യങ്ങളിലും ഇതേപോലെ ഉപ്പ് അല്ലെങ്കിൽ സീഷെൽസ് ഇതേപോലുള്ള സാധനങ്ങളായിരുന്നു പണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് അത് വളരെ റെയർ ആയിട്ടുള്ള, എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കണം. ഈ മീനിന്റെ കുഴപ്പം എന്താണ്? മീനാണ് നമ്മൾ പണമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ മീനാണ് പണം. പക്ഷെ മീനിന്റെ പ്രശ്നം എന്താണ്? കേടായിപ്പോ. പിന്നെ എന്താണ്? കഴിക്കാൻ പറ്റും. അതെ, അതൊരു നല്ല പ്രശ്നമാണ്. കാരണം എന്താ? മീൻ കഴിക്കുമ്പോൾ എന്ത് പറ്റും? മീൻ തീർന്നു പോകും അല്ലെ? കഴിച്ച മീൻ പിന്നെ ഉണ്ടോ? ഇല്ല. മീൻ കേടായി പോവും, മീൻ തീർന്നു പോവും, പിന്നെ മീന് നല്ല സ്മെല്ലുണ്ട് അല്ലെ? എല്ലാവർക്കും മീൻ ഇഷ്ടമാണോ? അല്ല. അപ്പൊ മീൻ നമുക്ക് ഇതൊരു കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത ലെവലിലേക്ക് പോയി എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരുമാണ് ഒരു ഗ്രാമത്തിലുള്ളതെങ്കിൽ ഇതേപോലുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ ദിവസവും നടത്തി നിങ്ങളുടെ ഇടയിൽ തന്നെ ഏതെങ്കിലും ചില കാര്യങ്ങൾ പണമായിട്ട് മാറും. അത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ ഉപ്പാണ് ഇഷ്ടമെങ്കിൽ ഉപ്പായിരിക്കും ചിലപ്പോൾ പണം. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാം ആദ്യം ശ്രമിക്കുന്നത് അവരുടെ കയ്യിലുള്ള സാധനം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ആ സാധനം കൈകരിക്കാനാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ മീനാണെങ്കിൽ, ഞാൻ നിങ്ങളെ എക്സാമ്പിൾ ആയിട്ട് എടുത്തതിനകത്ത് അത് ഉപ്പാണെങ്കിൽ, ചില സ്ഥലത്ത് അത് സീഷെൽസ് ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ വലിയ ഈ വീലുകൾ, മറ്റേ ഈ തടിയിലുണ്ടാക്കിയ വീലുകളൊക്കെ ആളുകൾ പണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പണം. അപ്പൊ അത് ആദ്യം എടുക്കുക, അതിലേക്ക് മാറ്റുക. അപ്പൊ മുട്ടയാണെങ്കിൽ മുട്ട കൊടുത്തിട്ട് അത് മേടിക്കുക അല്ലെ? എന്ത് കൊടുത്തിട്ടും അതായിട്ട് മേടിക്കുക, എന്നിട്ട് അത് പണമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
അതാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പണം. പണം ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, പണം എന്താണെന്ന് ഇപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഫോൺ മേടിക്കാനുള്ളത് അത് കറക്റ്റ് ആയിട്ട് ഉത്തരവാണ്. പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളും മേടിക്കാനുള്ള കൂപ്പൺ എന്ന് പറയുന്നത് എല്ലാം കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ മണി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? കൈമാറ്റം. എല്ലാ ആൾക്കാർക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനമാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പണം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യകാലങ്ങളിൽ അങ്ങനെ പണമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായ രണ്ട് സാധനങ്ങളാണ് സിൽവറും ഗോൾഡും. ഈ സിൽവറും ഗോൾഡിനും കുറെ പ്രത്യേകതകളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മീനിന്റെ കാര്യം പറഞ്ഞ പോലെ ചിക്കന്റെ കാര്യം പറഞ്ഞ പോലെ അല്ല, സിൽവറും ഗോൾഡും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. രണ്ട്, അതങ്ങനെ ഒരുപാട് കിട്ടുന്ന സാധനമല്ല, അത്യാവശ്യം സ്കെയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ദൗർലഭ്യമുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്ന സാധനമാണ് ഗോൾഡ് ആണെങ്കിലും സിൽവർ എന്ന് പറഞ്ഞാൽ. പിന്നെ അത് ഡിവിസിബിൾ ആണ്. എത്ര വേണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പലതരത്തിലുള്ള കോയിനുകൾ ഉണ്ടാക്കാം, അല്ലെ? അങ്ങനെ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാവരും വില മതിക്കുന്ന സാധനമുണ്ട്. അങ്ങനെ മിക്കവാറുള്ള സ്ഥലങ്ങളിൽ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? സിൽവറും ഗോൾഡും ആയിരുന്നു കുറെ വർഷക്കാലം. അപ്പോ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത് സിൽവറോ ഗോൾഡോ ആയിട്ടാണോ മണിയായിട്ട് ഉപയോഗിക്കുന്നത്? അല്ല, കറൻസി ഉപയോഗിക്കാറുണ്ട് അല്ലെ? എന്താണ് കറൻസി? നോട്ട് ഉപയോഗിക്കാറുണ്ട്. ആരെ കറൻസി എന്ന് പറഞ്ഞേ? കറൻസി എന്ന് പറഞ്ഞാൽ പതുക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട് അല്ലെ? കറൻസി നമ്മൾ ഉപയോഗിക്കാറുണ്ട്, നോട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ സിൽവർ ഗോൾഡിൽ നിന്ന് പിന്നെ ഈ കറൻസിയിലേക്ക് മാറിയത്? ആർക്കെങ്കിലും അറിയോ? ക്യാരി ചെയ്യാൻ പാടാണ്. കറക്റ്റ് ഉത്തരം, ശരിയാണ്. പിന്നെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ഓക്കെ, കോയിൻ ക്രിയേറ്റ് ചെയ്യാൻ പാടാണ്, മിന്റിങ് പ്രോസസ്സ് പാടാണ് അല്ലെ? ഇതെല്ലാം കറക്റ്റ് ഉത്തരമാണ്. ഇതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ ഉത്തരവാണ് കറക്റ്റ് ആയിട്ട്. ഇത് ക്യാരി ചെയ്യാൻ പാടാണ്. പണ്ടത്തെ കാലത്ത് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമെങ്കിൽ ഈ കോയിൻ എല്ലാം കൂടെ ചുമന്നുകൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ വല്ല കൊള്ളക്കാരെ ആക്രമിക്കുന്നതും ഒക്കെ. അപ്പൊ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്യാരി ചെയ്യാനുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. ഈ ബാങ്കുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിൻ എല്ലാം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് പകരം അവർക്കൊരു പേപ്പർ കൊടുക്കും. ആ പേപ്പറിൽ എഴുതി കൊടുക്കും, ഈ ആൾക്ക് ഇവിടെ ഇത്ര ഗോൾഡ് ഉണ്ട്, അപ്പൊ ഈ പേപ്പർ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഈ റെസിപ്റ്റ് കൊണ്ട് കൊടുക്കുന്ന ആൾക്ക് ആ പൈസ കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ നോട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന 500-ന്റെയും 1000-ന്റെയും ഒക്കെ നോട്ടുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഇപ്പോഴും നമ്മളുടെ 500-ന്റെ ഒരു നോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട്, ഒരു സെക്കൻഡ്, ഇപ്പോഴും നമ്മളുടെ 500-ന്റെ നോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട്, അതിൽ ഗവർണറുടെ ഒപ്പിന്റെ ഒക്കെ താഴെ എഴുതിയിട്ടുണ്ട്, ഈ നോട്ട് കൊണ്ടുവരുന്ന ആൾക്ക് 500 രൂപ കൊടുക്കണം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് 500 രൂപയായിട്ട് മാറുന്നത്. ഇതിൽ ഗവർണറിന്റെ ഒപ്പുണ്ട്, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് സാധനമാണെന്ന് മനസ്സിലാകുന്നു. ഇതിൽ നമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം, നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം, ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഈ നോട്ട് കൊടുക്കുന്ന ആൾക്ക് 500 രൂപ കൊടുക്കണം എന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ആരും ആ കൺസെപ്റ്റ് ആലോചിക്കാറില്ല. പകരം നമ്മൾ എപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാറുണ്ട്. ഇതിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. നോട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇത്ര ഗോൾഡ് ഇയാൾക്ക് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് വേറൊരു രാജ്യത്തേക്ക് പോയിട്ട് ചെന്നിട്ട് ഈ പേപ്പർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചോ കാര്യങ്ങളിൽ നിന്ന് അവിടുന്ന് അയാൾക്ക് ആ പൈസ കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെയാണ് കറൻസി എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഈ ഗോൾഡ് ബാക്കപ്പ് എന്നുള്ള സാധനം എടുത്ത് മാറ്റി. അതാണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് മാറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇപ്പൊ ഗോൾഡ് സ്റ്റാൻഡേർഡിലല്ല ഈ കറൻസി കൊണ്ടുവന്നത്. പകരം ഗവൺമെന്റ് അവർക്ക് ആ രാജ്യത്ത് എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൊക്കെയാണ് ഒരു വർഷം എത്ര പുതിയ നോട്ടുകൾ അടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ എല്ലാ രാജ്യത്തും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഉത്ഭവം അങ്ങനെയായിരുന്നു അല്ലെ? അപ്പൊ ഇപ്പം ഈ കറൻസിയും കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഡിജിറ്റൽ പേയ്മെന്റുകൾ അല്ലെ? എല്ലാവരും ഡിജിറ്റൽ പേയ്മെന്റ് ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ചെയ്തിട്ടുണ്ടോ? പല ആൾക്കാരും ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഡിജിറ്റൽ പേയ്മെന്റുകളാണ് ചെയ്യുന്നത്? ഗൂഗിൾ പേ, ഫോൺ പേ, ഓക്കെ. ഇതിനു മുമ്പ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, ഞങ്ങളുടെ കുട്ടിക്കാലം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ UPI ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ കാർഡ് പേയ്മെന്റുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ വർഷങ്ങളായിട്ട് ആൾക്കാർ കോയിനുകൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് നൂറ്റാണ്ടുള്ള ആൾക്കാർ നോട്ടുകൾ ഉപയോഗിച്ചു. അതിനുശേഷം ഇപ്പൊ ഉപയോഗിക്കുന്ന സംഭവമാണ് നമ്മൾ UPI ട്രാൻസാക്ഷൻസിലേക്ക് വരെ എത്തി നിൽക്കുന്നു. അതിന് മുമ്പ് കാർഡുകളായിരുന്നു. എന്താണ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത്? ബാങ്കിൽ നിന്ന് എമൗണ്ട് ആരുടെ അക്കൗണ്ടിലേക്കാണോ നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നത് അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ പൈസ നേരിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ചെയ്യും.
ഓക്കെ. അപ്പം എല്ലാവർക്കും എങ്ങനെയാണ് പണം എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഒരു കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇനി നമുക്ക് വീണ്ടും കുറച്ച് പുറകോട്ട് പോവാം. വീണ്ടും നമ്മളെ ടൈം മെഷീനിൽ കയറിയിട്ട് കുറച്ച് ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയാണ്. അപ്പൊ അവിടെ എത്തിപ്പെടുമ്പോൾ നമ്മൾ കാണുന്നത് ഒരാൾ ഒരു ഷിപ്രക്ക് ഒക്കെ സംഭവിച്ച് ഒരു ഐലൻഡിൽ പെട്ടുക. അതേപോലെ ഈ പുഴയുടെ അപ്പുറത്ത് ഉള്ള ഒരു സ്ഥലം പോലെ ഒരു സ്ഥലത്ത് ഒരാൾ പെട്ടിരിക്കുകയാണ്. അയാൾ മാത്രമേ ഉള്ളൂ അവിടെ, നിങ്ങളാരും ഇല്ല. നിങ്ങൾ അയാൾ എന്താ ചെയ്യുന്നതെന്ന് കാണുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ. അതിന് റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരൊക്കെ കേട്ടിട്ടുണ്ട്? ആരാണ് റോബിൻസൺ ക്രൂസോ? അറിഞ്ഞൂടാ? കേട്ടിട്ടുണ്ട്. ആരാ? അഡ്വഞ്ചറർ. ഓക്കെ, അത്ര അറിയുള്ളൂ റോബിൻസൺ ക്രൂസോയെ പറ്റിയിട്ട്. കാസ്റ്റവേ എന്നുള്ള സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരാ അഭിനയിച്ചിരിക്കുന്നത്? എന്താണ് കാസ്റ്റവേയിൽ സംഭവിക്കുന്നത്? ഷിപ്പില് നമ്മളുടെ നായകൻ ഒരു ഐലൻഡിൽ എത്തിപ്പെടുകയാണ് ഒറ്റയ്ക്ക്. എന്നിട്ട് അയാൾ അവിടുന്ന് രക്ഷപ്പെടുന്നതാണ് സിനിമ. അതെ, നല്ലൊരു സിനിമയാണ്, നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കാണാം. അപ്പം ഈ പറഞ്ഞ റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞ ഒരു നോവലിലെ കഥാപാത്രമാണ്. ഇതേപോലെ തന്നെ അദ്ദേഹവും ഒരു ഐലൻഡിൽ ഇങ്ങനെ പെട്ടുപോയി. ഓക്കെ. ഈ റോബിൻസൺ ക്രൂസോ ഈ ഐലൻഡിൽ ചെല്ലുമ്പോൾ അയാൾക്ക് അവിടെ എന്തായാലും സർവൈവ് ചെയ്തല്ലേ പറ്റുള്ളൂ, ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നതിനും വരെ. അപ്പൊ ആ ഐലൻഡിൽ കുറെ സാധനങ്ങളുണ്ട്. ഒന്നാമത് അയാൾക്ക് അവിടെ നോക്കുമ്പോൾ കുറെ കാടുകൾ കാണാം, കുറെ കല്ലുകൾ കാണാം, മണല് കാണാം, അല്ലേ? ഇതൊക്കെ കാണാം. അതിനകത്ത് അതുപോലെ തന്നെ അവിടെ ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ എത്രത്തോളം ഉപയോഗിക്കേണ്ട എന്നുള്ള തരത്തിൽ തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ടോ റോബിൻസൺ ക്രൂസോയ്ക്ക് അവിടെ ജീവിക്കണമെങ്കിൽ? അതെന്താ? എല്ലായിടത്തും ഉണ്ട്. റോബിൻസൺ ക്രൂസോ ഇനി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അവിടുത്തെ ഓക്സിജൻ ഒരു കുറവ് വരാൻ പോകുന്നില്ല, അല്ലെ? അപ്പൊ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ക്രൂസോയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അല്ലെ? പിന്നെ അവിടെ കുറച്ച് വെള്ളമുണ്ട്, വെള്ളത്തെ പറ്റി അപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അതെന്താണ്? ഭക്ഷണം കണ്ടെത്തണം. അപ്പൊ ക്രൂസോ അവിടെ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ ആദ്യം കണ്ടെത്താൻ നോക്കുന്നത് എന്തായിരിക്കും? എങ്ങനെ ഭക്ഷണം കഴിക്കും. ഓക്കെ. അവിടെ ചെല്ലുമ്പോൾ കുറെ തെങ്ങുകൾ നിൽക്കുന്നു, തെങ്ങിലെല്ലാം കുറെ തേങ്ങകളുണ്ട്. ഓക്കെ. അപ്പം ആദ്യം അയാൾ കണ്ടുപിടിക്കുന്ന സാധനമാണ് ഇതാണ് എന്റെ ഭക്ഷണം എന്ന് മനസ്സിലാക്കുന്നു, അല്ലെ? പക്ഷേ അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ക്രൂസോ തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം തീരുമാനിക്കും. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നടക്കും. കാരണം നമുക്ക് ജീവൻ നിലനിർത്തേണ്ടതായിട്ടുണ്ട്, ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഉടനെ ഒന്നും ആരും രക്ഷപ്പെടുത്തണമെന്ന് അറിയില്ല. അപ്പൊ കുറച്ച് തെങ്ങുകളുണ്ട്. ഈ തെങ്ങുകളിലുള്ള തേങ്ങകളെല്ലാം ഉണ്ട്. ഈ തേങ്ങകളെല്ലാം ഒറ്റയടിക്ക് പറിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ റോബിൻസൺ ക്രൂസോ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താവും? പട്ടിണിയാവും. ഇനി ഒരു രസത്തിന് വേണ്ടിയിട്ട് തേങ്ങയെല്ലാം വെള്ളത്തിൽ ഒഴുക്കി കളിച്ചാലോ പ്രശ്നമാവും, അല്ലെ? അപ്പോ എന്താണോ സാധനം കുറവുള്ളത് അവിടെയാണ് നമ്മൾ എക്കണോമിക്സ് അപ്ലൈ ചെയ്യുന്നത്. ഒരു കാര്യം സ്കെയർ ആവുമ്പോൾ, ദൗർലഭ്യം വരുമ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് റോബിൻസൺ ക്രൂസോ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ പേരൻസും നിങ്ങളും ഞാനും ട്രംപും മോഡിയും വിരാട് കോഹ്ലിയും എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു സാധനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന സംഭവം. നമ്മൾക്ക് എത്രത്തോളം റിസോഴ്സുകൾ അവൈലബിൾ ആണോ നോക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിജന്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ദൗർലഭ്യമുള്ള ഒരു സംഭവമാണെങ്കിൽ നമ്മൾ അതിനെ എക്കണോമൈസ് ചെയ്യും, അത് നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കും. ഓക്കെ. അപ്പൊ റോബിൻസൺ ക്രൂസോ മനസ്സിലാക്കി തേങ്ങ ഇടണം. അപ്പൊ ഒരു ദിവസം 1 മണിക്കൂറിൽ പുള്ളിക്ക് ഒരു തേങ്ങ ഇടാൻ പറ്റുന്നു. ഇപ്പൊ 10 മണിക്കൂർ പുള്ളി വർക്ക് ചെയ്തു, തെങ്ങ് കയറുന്നു, തേങ്ങ ഇടുന്നു. അയാൾ അത്ര നല്ല തെങ്ങേറ്റക്കാരനൊന്നും അല്ല, അറിയാതെ ഇവിടെ അകപ്പെട്ടു പോയതാണ്. അപ്പൊ എങ്കിലും കഷ്ടപ്പെട്ടൊക്കെ കയറി തേങ്ങ ഇടുന്നു. ഒരു ദിവസം അയാൾ 10 തേങ്ങ ഇടുന്നു. ഓക്കെ. അയാൾ ഒരു ദിവസം 10 തേങ്ങ ഇടുന്നു. അതാണ് അയാളുടെ കൺസ്യൂമർ ഗുഡ് എന്ന് പറയുന്നത്. അപ്പൊ അയാളത് കൺസ്യൂമർ ഗുഡ് എന്ന് പറഞ്ഞാൽ അയാൾ അത് അപ്പം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ 10 തേങ്ങ ഇടുന്നു. അടുത്ത ദിവസം വീണ്ടും 10 തേങ്ങ ഇടുന്നു. അങ്ങനെ അയാളൊരു കുറച്ച് ദിവസങ്ങൾ ഇടുന്നു, അല്ലെ? അങ്ങനെ പോയാൽ മതിയോ അയാൾക്ക്? എന്ത് തോന്നുന്നു? അങ്ങനെ തേങ്ങ എല്ലാ ദിവസവും 10 തേങ്ങ വെച്ചിടുന്നു, 10 തേങ്ങ തിന്നുന്നു. അങ്ങനെ പോയാൽ മതിയോ? അങ്ങനെ പോയാൽ മതി എന്നുള്ള അഭിപ്രായം എത്ര പേർക്കുണ്ട്? ആർക്കില്ല. അപ്പൊ എല്ലാവർക്കും വേറെ അഭിപ്രായം ഉണ്ടല്ലോ. എന്താ അഭിപ്രായം? അറിയില്ല. എല്ലാ റിസോഴ്സ് എല്ലാം തീർന്നു പോകും. ആൾക്ക് അവിടുന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് കണ്ടെത്തണമെന്നാണോ? വേറെ ഓപ്ഷൻസ് ഇല്ലാന്ന് വെക്കുക. തേങ്ങ മാത്രമേ ഉള്ളൂ എന്ന് കരുതാട്ടോ തൽക്കാലം. തേങ്ങ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ ദിവസവും 10 തേങ്ങ ഇടുന്നു, 10 തേങ്ങ തിന്നുന്നു. അതിന്റെ ആനിമൽസ് ഒന്നുമില്ല, തെങ്ങ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഞാൻ ചോദിക്കുന്നത് തെങ്ങ് ചെടി നടുക. ഓക്കെ, നമുക്ക് അവിടത്തേക്ക് വരാം. പക്ഷെ എല്ലാ ദിവസവും ഞാൻ ചോദിച്ചത് എല്ലാ ദിവസവും
10 തേങ്ങ വെച്ച് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നാണ് ചോദിച്ചത്. ആ അല്ല അതല്ല നിങ്ങളെ പറയേണ്ടത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എന്താ പ്രശ്നം ഞാൻ ചോദിക്കും. ആ ആ ഓക്കെ ഓക്കെ. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഒരു ദിവസം ഇയാൾക്ക് വയ്യാതായി എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യുന്നില്ലല്ലോ. അതന്നെ ഞാൻ ചോദിച്ചേ. ഇയാള് ദിവസവും 10 തേങ്ങ ഇടുന്നു, 10 തേങ്ങ തിന്നുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നല്ലേ അവർ ചോദിച്ചേ. സ്റ്റോർ ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യണം. അതിലേക്ക് അയാൾ എത്തും. അയാൾക്ക് മനസ്സിലാവും ദിവസവും 10 എണ്ണം ഇട്ട് 10 എണ്ണം തിന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പരിപാടി അധികം നാള് പോകില്ല. എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ 2 ദിവസം കിടപ്പായി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാവില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. എങ്ങനെ സ്റ്റോർ ചെയ്യും? അയാൾ ഒരു ദിവസം ചിലവ് 8 എണ്ണേ കഴിക്കുള്ളൂ. പകരം എന്ത് ചെയ്യും? 2 എണ്ണം മാറ്റി വെക്കും. ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് സേവിങ്സ്. ഇതിന് പറയുന്ന പേരാണ് സേവിങ്. എന്തിനാ സേവ് ചെയ്തേ? ഫ്യൂച്ചറിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മലയാളത്തില് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ പറയാം സമ്പത്ത് കാലത്ത് കേട്ടിട്ടുണ്ടല്ലേ? അതേ കൺസെപ്റ്റ് തന്നെ. അപ്പൊ അയാൾ തീരുമാനിക്കുകയാണ്, ഞാൻ 10 എണ്ണം ഇടുന്നു, 10 എണ്ണം തിന്നോണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് അയാൾ ദിവസവും 8 എണ്ണം തിന്നിട്ട് 2 എണ്ണം മാറ്റി വെക്കും. ഇതിന് പറയുന്നവരാണ് സേവ്. നമ്മളും ഇപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ പക്ഷെ നമ്മൾ തേങ്ങയൊന്നും സേവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളെയും, എല്ലാ ഗുഡ്സിനെയും നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? പണമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും എന്ത് കിട്ടും? ശമ്പളം കിട്ടും. പല ജോലികളായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എന്ത് ജോലി ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ശമ്പളം കിട്ടും. ശമ്പളം കിട്ടുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ വിറ്റു. റോബിൻസൺ ക്രൂസോ തെങ്ങ് കയറാനുള്ള കഴിവ് ഉപയോഗിച്ച് തേങ്ങ ഇട്ടതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും, സയന്റിസ്റ്റ് ആയിരിക്കും, അധ്യാപകനായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ വിൽക്കുന്നു, അതിന് പകരം നിങ്ങൾക്ക് പണം കിട്ടുന്നു, അല്ലെ? അതാണ് നിങ്ങളുടെ വരുമാനം. ആ വരുമാനം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഭാവിയെ കരുതി അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നതിനാണ് നിങ്ങൾ സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ മാറ്റി വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഒരു സ്റ്റോക്ക് പൈൽ ഓഫ് തേങ്ങ അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ കുറച്ച് നാൾ വെറുതെ ഇരിക്കാം, ലേഷർ ടൈം എടുക്കാം. അങ്ങനെ അയാൾ ചെയ്യണം എന്നാണോ നിങ്ങൾ പറയണേ? അങ്ങനെ ചെയ്യണം. ഓക്കെ, എല്ലാവരും അല്ല എന്താ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുന്നതായിരുന്നു. യെസ്, വെരി ഗുഡ് ആൻസർ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ സേവിങ്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും. അയാൾക്ക് വേറെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള? ഇത് നല്ലൊരു ആൻസർ ആണ്. വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുന്നുണ്ട്. കാരണം തെങ്ങ് ഉണ്ടായി വരിക എന്നൊക്കെ പറയുന്നത് ഒരുപാട് സമയം എടുക്കുന്ന സമയമാണ്, അല്ലെ? പെട്ടെന്ന് ഉണ്ടായി വരില്ല. അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പെട്ടെന്നുള്ള വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യും? ഐലൻഡിലാണേ കോൾഡ് സ്റ്റോറേജ് ഒന്നും കൊണ്ടുവെക്കൊന്നും പറയരുത്. നിന്റെ ആൻസേഴ്സ് എല്ലാം അടിപൊളിയാണോ? തെങ്ങ് വെട്ടിയിട്ട് ബോട്ടാക്കിയിട്ട് പോകും. അത് നല്ലൊരു ആൻസർ ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എവിടെയാ നിൽക്കുന്നതെന്ന് ഇയാൾക്ക് പോലും ഒരു ഐഡിയ ഇല്ല. അയാൾ അത് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് എവിടം വരെ എത്തും എന്നൊരു പറയാൻ പറ്റില്ലല്ലോ. കപ്പൽ വരട്ടെ, എത്രത്തോളം തൊഴിഞ്ഞു പോകും. പിന്നെ തെങ്ങൊക്കെ വെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐലൻഡിൽ ഒരാൾ എങ്ങനെ തെങ്ങ് വെട്ടുന്നതും കൂടി നീ ആലോചിക്കണം. പോട്ടെ. എന്തായാലും വേറെ ആൻസേഴ്സ് എന്തെങ്കിലും? കൊള്ളാം, കുഴപ്പമില്ല. എങ്കിലും കുറച്ചും കൂടെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നാണ് തോന്നുന്നത് കുറച്ചും കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ. ഇല്ല, ഈ തേങ്ങ 10 മണിക്കൂർ എന്താണ്? തേങ്ങ മാത്രമേ ഉള്ളൂ തൽക്കാലത്തേക്ക്. കാരണം ഇയാൾ അവിടെ വരുമെന്ന് ആരും അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ലെങ്കിൽ വേറെ കുറെ സാധനങ്ങളൊക്കെ വെക്കായിരുന്നു. തെങ്ങിൽ എന്താ വേറെ ഉള്ളത്? അത് തിന്നാൻ പറ്റുമോ? ഓക്കെ. പുള്ളി ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ദിവസവും കുറച്ചു നേരം അയാൾ ഈ 10 തേങ്ങ ഇടുന്ന കാര്യം പറഞ്ഞില്ലേ ദിവസവും. അതിൽ 8 എണ്ണം തിന്നു, 2 എണ്ണം മാറ്റി വെക്കും എന്ന് പറയുന്നു. ഇതിന്റെ കൂട്ടത്തിൽ ഇയാൾ ഇടയ്ക്ക് ഈ അത്യാവശ്യം സേവ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? അതൊരു 50 എണ്ണമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അത് തിന്ന് വെറുതെ ഇരിക്കണമെന്നതിനകത്ത് ഒരാൾ പറഞ്ഞു. അത് ചെയ്യുന്നതിന് പകരമായിട്ട് പുള്ളി എന്ത് ചെയ്തു കഴിഞ്ഞാൽ കാട്ടിലേക്ക് ഇറങ്ങിയിട്ട് പുള്ളി ഒരു തോട്ടി ഉണ്ടാക്കി. തോട്ടി എന്താണെന്ന് അറിയില്ലല്ലോ. കുറെ മരക്കഷ്ണങ്ങളൊക്കെ മുറിച്ച് അവിടെയുള്ള വള്ളിയൊക്കെ വെച്ച് കെട്ടി ഒരു തോട്ടി ഉണ്ടാക്കി. ഈ സാധനത്തിന് പറഞ്ഞവരാണ് ക്യാപിറ്റൽ ഗുഡ്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ അയാൾക്ക് 10 മണിക്കൂർ പണിയെടുക്കേണ്ട ആവശ്യമില്ല.
കാരണം ഈ തോട്ടി ഉള്ളത് കൊണ്ട് ഓരോ മരത്തിനും കയറി ഇറങ്ങുന്ന അധ്വാനം ഒഴിവാക്കിയിട്ട് തോട്ടി വെച്ചിട്ട് തേങ്ങ കുത്തിയിടാം. കൂടുതൽ തേങ്ങ അയാൾക്ക് കുത്തിയിടാൻ പറ്റും. അപ്പം 10 തേങ്ങ കുത്തിയിടാൻ അയാൾക്ക് എത്ര മണിക്കൂർ വേണം? ചിലപ്പോൾ 3-4 മണിക്കൂറേ വേണ്ടി വരികയുള്ളൂ, അല്ലെ? അപ്പൊ ബാക്കി സമയം അയാൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഷെൽട്ടർ ഉണ്ടാക്കാനോ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഇതിൻ്റെ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കും. മറ്റേതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്കൂർ പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ വെറുതെ ഇരിക്കുന്നതിന് പകരം ഇടയ്ക്ക് 1-2 ദിവസം ഗ്യാപ്പ് എടുത്ത് പുള്ളി ഒരു തോട്ടി ഉണ്ടാക്കി. ഇതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഗുണം ഇയാൾക്ക് ഈ ക്യാപിറ്റൽ ഗുഡ് ഉപയോഗിച്ച് കൂടുതൽ കൺസ്യൂമർ ഗുഡ്സ് ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കഥ റോബിൻസൺ ക്രൂസോയുടെ കഥയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഐലൻഡിൽ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. പക്ഷെ നമ്മൾ താമസിക്കുന്നത് ഒരുപാട് മനുഷ്യന്മാരുടെ കൂടെ താമസിക്കുന്ന ആളാണ്. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട്, എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല പല കാര്യങ്ങളും ദൗർലഭ്യമുള്ളതാണെന്നും ഒക്കെ. അപ്പോൾ നമ്മളത് മുൻകൂട്ടി കണ്ട് നമ്മൾ സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റോബിൻസൺ ക്രൂസോയുടെ കഥ. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക. നിങ്ങൾ എല്ലാവരും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് കയറി. ഓക്കെ, ജോലിക്ക് കയറിയതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ശമ്പളമാണെന്ന് കരുതുക. അതിൽ പകുതി ആൾക്കാർ ഈ കിട്ടുന്ന ശമ്പളം മുഴുവൻ സ്പെൻഡ് ചെയ്യാം. ശരി, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ഓരോരുത്തരുടെ താല്പര്യം വ്യത്യാസമായിരിക്കുമല്ലോ. എന്തിനായിരിക്കും? മോളെന്തിലായിരിക്കും? കുറച്ച് സേവിങ്സ് ആയിട്ട് വായിക്കും. സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ, ഹൗസ് ഹോൾഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാം സ്പെൻഡ് ചെയ്യും. എത്രത്തോളം സേവിങ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും? 20% ആണ് എൻ്റെ ശമ്പളമെങ്കിൽ 10% സേവിങ്സും 10% ഉപയോഗിക്കും. അതായത് പകുതി സേവ് ചെയ്യുന്നതാണ് പറയുന്നത്. പകുതി സേവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് നമ്മൾ സേവ് ചെയ്യണം. മുഴുവനും എടുത്ത് അടിച്ചു പൊളിച്ച് നടക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 2 പേർക്ക് ജോലിക്ക് കയറി 2 പേർക്കും ഒരേ ശമ്പളമാണെങ്കിൽ അതിൽ ഒരാൾ കുറച്ച് സേവ് ചെയ്യാൻ തീരുമാനിക്കുന്നു, മറ്റേ ആൾ കൂടുതലും സ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആദ്യമൊക്കെ ഈ സ്പെൻഡ് ചെയ്യുന്നതിന് നല്ല സുഖമായിരിക്കും, അല്ലേ? അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ വീഡിയോ ഗെയിം കളിക്കാനായിരിക്കും താല്പര്യം, കുറെ PS4 PS5 ഒക്കെ മേടിക്കാനായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ ട്രിപ്പ് പോകാനായിരിക്കും താല്പര്യം. മറ്റേ ആൾക്ക് ഇതിനൊക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷെ അയാൾ എല്ലാം ചെയ്യാതെ കുറച്ച് പൈസ മാത്രം എന്ത് ചെയ്യും? സേവ് ചെയ്യും, കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ് ചെയ്യാനും സേവ് ചെയ്യാനും തീരുമാനിച്ച ആൾക്ക് അതിൽ നിന്ന് ഒരു റിട്ടേൺ കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ചിട്ടില്ലേ എല്ലാവരും? ഇല്ലേ? എന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം ആർക്കാ പറയാൻ പറ്റുക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മാത്സ് ഇഷ്ടമുള്ള അത്ര പേരുണ്ട്? അറിയാം, പറയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ഇത്ര സമയത്ത് ഇത്ര ശതമാനം കൂടും. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എപ്പോഴും ആ ഒറിജിനൽ എമൗണ്ടിൽ വെച്ച് അതിന്റെ ഒരു ശതമാനമായിട്ട് കൊടുക്കും. കോമ്പൗണ്ട് ആണെങ്കിൽ ഒരു തവണ ഇത്ര ശതമാനം കൂടിയിട്ട് അതേ എമൗണ്ടിന്റെ ഇത്ര ശതമാനം അടുത്ത തവണ കൊടുക്കും. കറക്റ്റ് ആൻസർ. അതായത് നമ്മൾക്ക് ഒരു വർഷത്തിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടും, അല്ലേ? നമ്മൾ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 5 രൂപ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 105 രൂപയാവും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അടുത്ത തവണ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 105 രൂപയുടെ 5% എത്ര എന്നാണ് നോക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാജിക്കാണ്. വർഷങ്ങൾ കഴിയുന്തോറും എത്ര ചെറിയ എമൗണ്ട് ആണ് നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാലും അത് വലിയ രീതിയിൽ ഭയങ്കര ഒരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ് സംഭവിക്കും. ഭയങ്കര ഒരു കുതിച്ചുചാട്ടം സംഭവിക്കും. അതായത് നിങ്ങളെല്ലാവരും ജോലിക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ കോടിപതികളായിട്ട് എന്ത് ചെയ്യാം? വിരമിക്കാം. നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ധാരാളം പൈസ കയ്യിൽ വരികയും എല്ലാ മാസവും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിയുകയും ചെയ്യും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റോബിൻസൺ ക്രൂസോയുടെ എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, റോബിൻസൺ ക്രൂസോ എങ്ങനെയാണോ തൻ്റെ ഭാവി കാലത്തെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തത്, അതേപോലെ നിങ്ങൾക്കെല്ലാം ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു പരിധി ഇൻവെസ്റ്റ്മെന്റിലേക്കും സേവിങ്സിലേക്കും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ മാജിക്കിലൂടെ വലിയ എമൗണ്ടിലേക്ക് മാറ്റാം. അപ്പൊ പലതരത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഇൻവെസ്റ്റ്മെന്റ് പറ്റി അറിയാവുന്ന ആരൊക്കെയുണ്ട്? കുറച്ചറിയാന്ന് പറഞ്ഞു. ആയിക്കോണോ? എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം?
സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്താണ് സ്റ്റോക്സ്? സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേനും ഒരു കമ്പനിയുടെ ഒരു കുറച്ച് പോർഷൻ ഓക്കെ അത് നമ്മൾ ഓൺ ചെയ്യും. ഓക്കെ അപ്പൊ ആ കമ്പനിയുടെ വാല്യൂ കൂടുമ്പോഴത്തേനും നമ്മുടെ സ്റ്റോക്കിന്റെ വാല്യൂ കൂടും. ഓക്കെ ഓക്കെ എല്ലാവരും കൈയ്യടി കൊടുക്കുക. അടിപൊളിയാണ് അല്ലേ? പല കമ്പനികളുണ്ട്, നമുക്ക് അറിയാവുന്ന ഒരുപാട് കമ്പനികളുണ്ട് അല്ലേ? നിങ്ങളുടെയൊക്കെ ഫോൺ ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്, ആപ്പിൾ ഉണ്ട്, സാംസങ് ഉണ്ട് അല്ലേ? അതുപോലെ പല പല എല്ലാ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പലതരത്തിലുള്ള കമ്പനികളുണ്ട്. ഈ എല്ലാ കമ്പനികളും അതിന്റെ ഓണർഷിപ്പിന്റെ ഒരു കുറച്ച് ഭാഗം ഷെയറുകളായിട്ട് കമ്പനി പല പല ഷെയറുകളായിട്ട് മുറിച്ച് മറ്റുള്ളവർക്ക് പബ്ലിക്കിന് വാങ്ങാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ഒരു ഓണറായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പൊ ചെയ്യാം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇന്ന് ഇന്റർനെറ്റ് ഒക്കെ ഇത്രയും ഡെവലപ്പ് ആയ സമയത്ത് ആർക്ക് വേണമെങ്കിലും, ആർക്കെന്ന് വെച്ചാൽ 18 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കാം. നിങ്ങളൊരു കാർ മേടിക്കുന്നതിന് പകരം ആ കാർ കമ്പനിയുടെ ഒരു സ്റ്റോക്കാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കമ്പനിയുടെ ഒരു ചെറിയ മുതലാളിയായി മാറിക്കഴിയും. ഇനി ആ കമ്പനിക്ക് ലാഭം ഉണ്ടാകും തോറും നിങ്ങൾ മേടിച്ച സ്റ്റോക്കിന്റെ വാല്യൂ കൂടും. അതുപോലെ തന്നെ കമ്പനിക്ക് ലാഭം ഉണ്ടാകുമ്പോൾ കമ്പനി ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ലാഭത്തിന്റെ ഒരു വിഹിതം ഈ സ്റ്റോക്ക് മേടിച്ച എല്ലാവർക്കും തരികയും ചെയ്യും. അപ്പൊ നല്ല കമ്പനി കണ്ടുപിടിക്കുക, ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നതിന് കൂട്ടത്തില് നിങ്ങളൊരു കമ്പനിയുടെ മുതലാളിയുമായി മാറി. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഓപ്ഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? സ്റ്റോക്ക് നമ്മൾ നേരിട്ട് മേടിക്കുന്ന പോലെ തന്നെ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? മ്യൂച്വൽ ഫണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് മ്യൂച്വൽ ഫണ്ട്? IPL കാണുന്ന എത്ര പേരുണ്ട്? ആരുമില്ല. ക്രിക്കറ്റ് കാണുന്ന ആരും കാണുന്നുണ്ട്. അത് മ്യൂച്വൽ ഫണ്ട് സഹീഹെ എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരുന്ന കണ്ടിട്ടില്ലേ? രോഹിത് ശർമ്മയും ധോണിയും സച്ചിനും ഒക്കെ ആയിട്ട്. എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഞാൻ പറഞ്ഞ ഈ സ്റ്റോക്ക് മേടിക്കുന്നതിനകത്ത് തന്നെ നമുക്ക് എല്ലാ കമ്പനിയെ പറ്റി പഠിച്ച് എല്ലാ കമ്പനിയെ പറ്റി അറിവുണ്ടായി ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാവർക്കും തീരുമാനിക്കുക എന്നുള്ളത് പ്രശ്നമായിരിക്കും അല്ലെ? ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഈ പറഞ്ഞ പോലെ ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നൊന്നും നോക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് അറിയാവുന്ന ഒരാളെ ഏൽപ്പിക്കും. അതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നത്. നിങ്ങൾ എല്ലാവരും കുറച്ച് പൈസ ഇത് അറിയാവുന്ന ഒരാൾക്ക് കൊടുക്കും. അയാള് എല്ലാവരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുകയും അതിനുശേഷം ഈ കാൽക്കുലേഷൻസ് ഒക്കെ അവരെ നടത്തിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറവാണ്. ഇൻവെസ്റ്റ്മെന്റിന് ഒരു റിസ്ക്കും ഉണ്ട് അല്ലേ? കാരണം ഭാവിയിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ ഒരു യുദ്ധം നടന്നാൽ, ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതിന്റെ ചെറിയ രീതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതേപോലെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ പറഞ്ഞ കമ്പനി തന്നെ അവർ പ്രതീക്ഷിച്ച പോലെ അവരുടെ പ്രൊഡക്റ്റ് വിറ്റ് പോയില്ല എന്ന് വരാം. എന്തെങ്കിലും വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. ഈ എല്ലാ കാരണങ്ങൾ കൊണ്ടും കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം നമ്മളും കൂടെ സഹിക്കേണ്ടി വരും അല്ലെ? ഒരു റിസ്ക് ഇൻവെസ്റ്റ്മെന്റിലുണ്ട്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റിസ്ക് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഓരോന്നിനും മാറി മാറി ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് സെക്ടർ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ എല്ലാ സെക്ടറും ഒരുമിച്ച് താഴെ പോകണമെന്നില്ല അല്ലെ? ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് താഴെ പോകണമെന്നില്ല, എല്ലാ മാർക്കറ്റുകളും ഒരുമിച്ച് താഴെ പോകണമെന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ് നല്ലത്, ഏതൊക്കെയാണ് റിസ്ക് കുറവ്, ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് അതൊക്കെ നോക്കിയതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമുക്ക് പലതരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനകത്ത് ഒന്നാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനർ, SIP എന്ന് പറയുന്നത്. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും കുറച്ച് പൈസ ഇടുന്നതിനാണ് നമ്മൾ SIP എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ അതിന്റെ ബേസിക്. നമുക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് പൈസ ഇടണ്ട, എല്ലാ മാസവും കുറച്ച് പൈസ SIP ഇടും. അപ്പൊ നിങ്ങളൊക്കെ ജോലിക്ക് കിട്ടുമ്പോൾ എല്ലാവരും ആദ്യം നോക്കേണ്ടത് ഒരു SIP അല്ലെങ്കിൽ കുറച്ച് SIP ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞില്ലേ, എന്റെ ശമ്പളത്തിന്റെ പകുതിയിലേറെങ്കിലും ഞാൻ സേവ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ കുട്ടി? അതിന്റെ ആവശ്യം പോലും ഇല്ല. നമ്മളെ ശമ്പളത്തിന്റെ ഏകദേശം ഒരു 50% നമ്മൾ സ്പെൻഡ് ചെയ്യും, 30% സേവ് ചെയ്യും, ബാക്കി 20% എടുത്ത്, അതായത് നിങ്ങൾക്ക് 100 രൂപയാണ് ശമ്പളമെങ്കിൽ അതിലൊരു 20 രൂപയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതും ഈ SIP പോലെ എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ വലിയൊരു ധനികനാകുകയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സ്റ്റോക്ക് പോലെ തന്നെ ബോണ്ട്. ബോണ്ട് എന്താണെന്ന് അറിയാം? അറിയോ? ഇല്ല. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റുകളും കമ്പനികളും നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കമ്പനിയിലെ ഓണർ ആക്കുന്നതിന് പകരം നമ്മളിൽ നിന്ന് പൈസ കടം മേടിക്കുന്ന പരിപാടിക്കാണ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പൊ അവർ നമുക്ക് കടപ്പത്രം എന്ന് പറഞ്ഞൊരു പേപ്പർ അവർ ഇറക്കും. അപ്പൊ അത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിൽ നിന്ന് പൈസ അവർ കടം മേടിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം അവർ നമുക്ക് ഇൻട്രസ്റ്റ് തന്നുകൊണ്ടേയിരിക്കും. ബോണ്ടിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിൽ റിട്ടേൺ ഒക്കെ കുറവായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറവായിരിക്കും, ചിലപ്പോൾ സ്റ്റോക്കിൽ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുമായിരിക്കും. പക്ഷെ ബോണ്ട് ആണെങ്കിൽ നമുക്ക് അതൊരു ലീഗൽ കോൺട്രാക്ട് ആണ്, നമുക്ക് എന്തായാലും ആ പൈസ അവർ തന്നേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ബോണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ബോണ്ട് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, പിന്നെന്തുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇതുപോലെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. നമ്മളെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇതെന്നും ഇത് നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും ജോലി കിട്ടിക്കഴിഞ്ഞാൽ? എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യും, എല്ലാവരും. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം? എല്ലാവർക്കും മനസ്സിലായോ കാര്യങ്ങളൊക്കെ? ചോദ്യം ചോദിച്ചാൽ പറയാമോ? ആ, ഫോറക്സ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫോറക്സ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഫോറക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച്. അല്ല, എന്താണ് ഡെഫിനേഷൻ? അല്ല, സോറി, അതിന്റെ വലുതാക്കാനല്ല പറഞ്ഞത്. എന്താണ് അതിന്റെ ഡെഫിനേഷൻ? ഇപ്പൊ ഒരു രാജ്യത്തിന്റെ കറൻസി നമ്മൾ കുറച്ച് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ ആ. അതിന്റെ വാല്യൂ കുറയുമ്പോൾ വേറെ ഏതെങ്കിലും Yes. രാജ്യത്തിനുമായിട്ട് എക്സ്ചേഞ്ച് റേറ്റ് കൂടുതലാണെങ്കിൽ അതെ. തീർച്ചയായിട്ടും അതാണ്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ലോങ് ടൈമിലേക്ക് അത് ചെയ്യുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. ഫോറക്സ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, പല ആൾക്കാരും അത് ചെയ്യാറുണ്ട്, കറൻസി മാർക്കറ്റ് അത് ചെയ്യാറുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയും US ഡോളറും തമ്മിൽ ഇപ്പൊ 80 രൂപയാണ് ഇന്ന്. അപ്പൊ നാളെ അതിന്റെ മൂല്യം കൂടും എന്ന് മനസ്സിലാക്കി നാളെ 80 മാറി 78ലേക്കോ അല്ലെ 80 മാറി 85ലേക്കോ ഒക്കെ അത് പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ കുറഞ്ഞ പൈസക്ക് വാങ്ങുന്നു, കൂടുതൽ പൈസക്ക് അത് വിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന അതേ സംഭവം തന്നെ. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും നമുക്ക് വില കുറഞ്ഞു കിട്ടുന്ന സമയത്ത് എൻട്രി ചെയ്യുകയും അതിന്റെ ഏറ്റവും വില കൂടിയ സമയത്ത് നമ്മൾ വിൽക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ലാഭം ഉണ്ടാകുക. അതാണ് ലാഭം എന്ന് പറയുന്നത്, അല്ലെ? നമ്മളെല്ലാവരും എല്ലാ സാധനവും അങ്ങനെയല്ലേ വാങ്ങിക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും ഏറ്റവും പൈസ കൂടിയ സമയത്ത് ഒരു സാധനം വാങ്ങിക്കോ? ഇല്ല, വില കുറയുമ്പോഴല്ലേ വാങ്ങിക്കാൻ നോക്കുക, അല്ലെ? അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ കറൻസിയിലും ചെയ്യാം. കറൻസിയിൽ നമുക്ക് അതിന്റെ ഏറ്റവും വില കുറഞ്ഞ സമയത്ത് നോക്കിയിട്ട് മേടിക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അതിന്റെ വില കൂടണം, ഇല്ലെങ്കിൽ നമ്മൾ പണി കിട്ടും, അല്ലേ? എല്ലാ കാര്യത്തിനും ആ റിസ്ക് ഉണ്ട്. വേറെ എന്തെങ്കിലും സംശയം? ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഗോൾഡില് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബാക്കപ്പ് ആയിട്ടല്ല, നമ്മളുടെ മണി എന്ന് പറയുന്നത് ഗോൾഡും സിൽവറും ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഗോൾഡും സിൽവറും ഒന്നും ആയിരുന്നില്ല, അല്ലെ? പക്ഷെ ഇപ്പോഴും ഗോൾഡ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രത്യേകിച്ചും ഈ സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. എന്താണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ എന്തായാലും വേറെ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആൾക്കാർ ഉടനെ ഗോൾഡിലേക്കാണ് പോവുക. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് കോയിൻസ് മേടിക്കുക, അല്ലെങ്കിൽ ഗോൾഡ് ജ്വല്ലറീസ് മേടിക്കുക. അപ്പം അതിന്റെ ഇപ്പം ഗോൾഡിന്റെ കുറച്ച് നാളായിട്ട് ഏറ്റവും ഉയർന്ന റേറ്റിൽ നിൽക്കുന്ന സമയമാണ് ഗോൾഡിന്റെ. അപ്പൊ അതേസമയം നിങ്ങൾ നോക്കിയാൽ മതി, ലോകത്തുള്ള എല്ലാ മാർക്കറ്റുകളും പലതരത്തിലുള്ള മാർക്കറ്റുകളുണ്ട്, ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾ, അല്ലെ? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്, ഇന്ത്യയിൽ തന്നെ നമ്മുടെ സെൻസെക്സും ഒക്കെ ഉണ്ട്, ഹോങ്കോങ്ങിലുണ്ട്, എല്ലാ രാജ്യത്തും അവരുടെ സ്റ്റോക്ക് മാർക്കറ്റുകളുണ്ട്. അവിടെയാണ് അവിടുത്തെ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയുടെ ഷെയർ സ്റ്റോക്ക് വിൽക്കുകയും ആൾക്കാർ വാങ്ങിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ലോകം മുഴുവൻ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു തകർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് പോലും ഗോൾഡിന്റെ എല്ലാവർക്കും ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ ഗോൾഡിന്റെ ഡിമാൻഡ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ കൂടും. ഗോൾഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാല്യൂ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇപ്പൊ ഗോൾഡ് മേടിക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് പറയുന്നെങ്കിലും ചിലപ്പോൾ ഇനിയും കൂടാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഏത് സാധനം മേടിക്കുമ്പോഴും അതിന് ഏറ്റവും മുകളിലുള്ള വിലയാണെന്ന് നമ്മളുടെ അനുമാനം മാത്രമാണത്, അല്ലെ? അത് നമ്മൾ ശരിക്കും ഒരു കാൽക്കുലേഷൻ തന്നെ നടത്തണം. നമ്മളുടെ അതിനകത്തൊരു ഇൻസ്റ്റിങ് വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് മാത്തമാറ്റിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ചരിത്ര ബോധവും എങ്ങനെയാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയമാണ്. ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയത്ത് ഇപ്പൊ പാകിസ്ഥാനിലെ മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ താഴ്ന്നു. കാരണം എന്താ? എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലാകുമെന്ന് ആൾക്കാർക്ക് സംശയം തോന്നും. അപ്പൊ അവര് കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കും, ലിക്വിഡിഫൈ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ ചെയ്തു ഇല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ രാജ്യം മൊത്തം താഴെ പോകുമ്പോൾ തങ്ങളുടെ പൈസ മുഴുവൻ നഷ്ടത്തിലാകുമോ എന്ന് ആൾക്കാർക്ക് സംശയം തോന്നും. അങ്ങനെയാണ് മാർക്കറ്റ് താഴോട്ടും മുമ്പോട്ടും പോകും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? ഓക്കെ, മാർക്കറ്റ് ഇപ്പൊ അത്ര സേഫ് അല്ല, അങ്ങനെയാണെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ പലതരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഫോറക്സ് ഇൻവെസ്റ്റ്മെന്റും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റും സിൽവർ ഇൻവെസ്റ്റ്മെന്റും. ചില ആൾക്കാർ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, റിയൽ എസ്റ്റേറ്റ്, അല്ലെ? അതായത് ലാൻഡ് വാങ്ങിയിടുക. ഇപ്പൊ ലാൻഡ് കുറച്ച് നാളിന് ശേഷം അതിന് ഡിമാൻഡ് കൂടുകയാണ്. ഇപ്പൊ ഞാനിവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിടുക എന്നൊക്കെ. ഇപ്പൊ വില കുറഞ്ഞ് നിൽക്കുകയാണ്, ഇപ്പൊ ഞാനിവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിടുന്നു. കുറെ നാളുകൾക്ക് ശേഷം
ഇതുവഴി വലിയൊരു റെയില് പോവുകയാണെന്ന് നോക്കുക. ഓക്കെ, ആതിരപ്പള്ളിയും ചാലക്കുടിയും ഒക്കെ കൂടെ കണക്ട് ചെയ്തിട്ടൊരു റെയില് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, റെയിൽ ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തീരുമാനിക്കുന്നത് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ അടുത്ത് താമസിക്കാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടം കൂടും. അപ്പൊ പലതരത്തിലുള്ള ആൾക്കാർ ഇവിടെ സാധനം മേടിക്കാനായിട്ട് വരും. അപ്പൊ കൂടുതൽ ആൾക്കാർ ഒരു സാധനം മേടിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വില കൂടും, അല്ലേ? അപ്പൊ എന്റെ സ്ഥലത്തിന്റെ വില കൂടും. അപ്പൊ എനിക്ക് ആ സമയത്ത് അത് വിറ്റ് ലാഭമാക്കാം. പക്ഷെ ഞാനിപ്പോ ഇവിടെ ഒരു സ്ഥലം വാങ്ങി, ഇവിടെ ഒന്നും വരുന്നില്ല, വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ തന്നെ കിടക്കുകയാണ്, ആൾക്കാരെല്ലാം ഇവിടുന്ന് വിട്ട് വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ വാല്യൂ ചിലപ്പോൾ കുറയും. അപ്പൊ എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും റിസ്ക് ഉണ്ട്. അപ്പൊ ഇതിനൊരു ആൾക്കാരെല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാം കൂടെ ഒരു ബാസ്ക്കറ്റിൽ ഇടരുത്, എല്ലാം മുട്ടയെ ഒരു ബാസ്ക്കറ്റിൽ ഇടരുത് എന്ന് കേട്ടിട്ടില്ലേ? എല്ലാം മാറ്റി മാറ്റി ഇടുക. കുറച്ച് സ്റ്റോക്കില്, കുറച്ച് ബോണ്ടില്, കുറച്ച് ഗോൾഡില്, കുറച്ച് റിയൽ എസ്റ്റേറ്റില്, അങ്ങനെ പലതരത്തിലേക്ക് നമ്മൾ മാറ്റി മാറ്റി ഇടുക. പക്ഷെ ബേസിക്കലായിട്ട് എന്താ ചെയ്യുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള, നമ്മൾ കിട്ടുന്ന പൈസ മുഴുവൻ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഡൈവേഴ്സിഫിക്കേഷനോ മ്യൂച്വൽ ഫണ്ടോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചോ നമ്മളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ അറിയാതെ നമ്മുടെ പൈസ, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളുടെ പൈസ നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ പണവും പ്രതാപവും നേടുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കുറെ ഈ കമ്പനികളെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ചെയ്യും അവര്, ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പൊ ആ കമ്പനികളുടെ ഒരു പെർഫോമൻസ് റേറ്റിംഗിനുള്ളതാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. അതിനൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ ഇത് എടുക്കുന്നത്. അപ്പം ആ കമ്പനീസിൽ നമ്മൾ നേരെ ഇൻവെസ്റ്റ്, അപ്പൊ നമ്മൾ ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനീസിലേക്ക് മാത്രമാണ് നമ്മുടെ പൈസ അലോക്കേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളുടെ ടോപ്പിൽ നിൽക്കുന്ന റിലയൻസും TCSും അല്ലെങ്കിൽ ടാറ്റയുടെ മറ്റ് കമ്പനീസും ഒക്കെ ആണെന്ന് വെക്കുക ആ ഇൻഡെക്സ് ഫണ്ടിലുള്ളത്. അപ്പൊ നമ്മൾ ആ പൈസ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ഏജൻസി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൈസ അതിലേക്ക് മാത്രമായിരിക്കും കൊടുക്കുക എന്ന് പറയും. ഓക്കെ, നിർത്താം. ഓക്കെ, ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.